എത്ര മാഷേ? 10 രൂപ. ബ്രദർ എങ്ങോട്ടാ? ചായയുടെ കാശ് കൊടുക്കാൻ. വേണ്ട, ഞാൻ കൊടുത്തോളാം. കുഴപ്പമില്ല, ഞാൻ കൊടുത്തോളാം. ചായ കുടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ കൊടുത്തോളാം കാശ്. എന്നാലേ ചായക്ക് ഓർഡർ കൊടുത്ത് ഞാൻ കൊടുത്തോളാം. വെറുതെ പ്രശ്നം ഉണ്ടാക്കില്ല. പ്രശ്നം ഉണ്ടാക്കണം. ഇതെന്റെ അപമാനത്തിന്റെ പ്രശ്നമാണ്. അതെ, അപമാനത്തിന്റെ അല്ല, അഭിമാനത്തിന്റെ. അത് പറയണ്ട. ഞങ്ങള് ബ്രദേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ താൻ ഇടപെടണ്ട കേട്ടോ. എന്താ ബ്രദറെ, ബ്രദറിന് കാശ് കൊടുക്കണോ? ഏയ്, ബ്രദറിന്റെ വാശിയല്ലേ, കൊടുത്തു. ബ്രദറിന് വിഷമായോ? ഏയ്, ദാ 10 രൂപ എന്നല്ലേ താൻ പറഞ്ഞത്? അത് ചായയുടെ. ഈ കടതല്ലി പൊളിച്ചതിന്റെ കാശാണ് തരും. അതെത്രയാ? അത് 3500. അത് ബ്രദർ തരും. ഞാനാ എന്തിന്? ബ്രദറിലെ പ്രശ്നം തുടങ്ങി. ബ്രദറിലെ പ്രശ്നം മനസ്സിലാക്കിയത് ഞാനും കൊടുക്കുന്നില്ല. കൊടുക്കൂലേ? കൊടുക്കൂല. കൊടുക്കും. പക്ഷെ അടുത്ത പ്രശ്നത്തിന് ബ്രദർ കൊടുത്തോളണം. ഉറപ്പാണല്ലോ? ഉറപ്പ്. അല്ല പിന്നെ ഇത് എന്റെ അപമാനത്തിന്റെ പ്രശ്നം. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലടോ. അയ്യോ പിന്നെ അതാ കറക്റ്റ്. 1 2 3 4. കൊള്ളാം. കാലക്കൻ അഗ്രികൾച്ചർ വർക്ക് എന്ന് വെച്ചാ വാസ്തുഹാര എന്ത്? ആശാരിപ്പണി ബ്രദറെ. ഓ, ഒരു 4 കോടി രൂപ കണ്ണും പൂട്ടി കൊടുക്കല്ലേ ബ്രദറെ? കണ്ണു പൂട്ടി കൊടുത്താൽ കണക്ക് തെറ്റും ബ്രദറെ. അതല്ല ബ്രദറെ, 4 കോടി രൂപ കൊടുക്കാവോ? 5 കോടി കൊടുത്താലും നഷ്ടമാ. നഷ്ടോ? ഓണർക്ക്. ബ്രദറെ, നല്ല കടും ചുമലിച്ച പെയിന്റ് അടിച്ചെങ്ങനെയുണ്ടാവും? തീരെ സിമ്പിൾ ആയി പോകും. ഓ, എങ്കിൽ ജനൽ പാളിസിലൊക്കെ മഞ്ഞ പെയിന്റ് അടിച്ചാലോ? ഓ, ദാറ്റ്സ് എ ഗുഡ് ഐഡിയ. വലിയ തറവാടികളാ. അതൊന്നും സാരമില്ല, നിവർത്തിയേട് കൊണ്ട് കൊടുക്കുന്നതാ. ഈ നിവർത്തിയുടെ കഷ്ടപ്പാടൊക്കെ ലോകത്തുണ്ടാവണമെന്നേ. ഇതിപ്പോ നമ്മുടെ കയ്യിൽ കാശ് വന്നപ്പോ സകല നിന്റെ കയ്യിലും കാശും കാറും. അത് തന്നെ ശരിയല്ലേ ബ്രദറെ? യെസ്, ഗ്ലോബൽ റെസിഷൻ. എന്തുകൊണ്ട്? സമതല തന്തുലിതാവസ്ഥ. ജോൺ സാറേ അവര് വന്നു. വരൂ. ആരാ അത്? ജോൺ സാമുൽ സാറാ, ഹൗസ് ഓണർഷിപ്പാ. എന്നുവെച്ചാ മുങ്ങാറായി ഈ വീടിന്റെ കപ്പിത്താനാ. ഓ, മുങ്ങിക്കപ്പൽ. ഈ കപ്പലും മുങ്ങിക്കപ്പലും തമ്മിൽ എന്താ വ്യത്യാസം? അത് ആദ്യം കപ്പലുണ്ടാക്കും, പിന്നീട് അത് വെള്ളത്തിലിടും. അത് മുങ്ങിപ്പോയാല് മുങ്ങിക്കപ്പല്, പൊങ്ങിക്കിടന്ന പൊങ്ങിക്കപ്പല്. കറക്റ്റ്. നിനക്കറിയാവുന്നറിയാൻ പിടിച്ചു വെച്ചാ. ഓ ദൈവമേ, എന്തൊരു അറിവാ നിനക്ക്. കൈരളി ടിവിയിൽ അശ്വമേധം നടത്താൻ ക്ഷണിച്ചതാ. ഞാൻ പോയില്ല, വേറെ പണിയില്ലേ. സത്യം. ഉദാഹരണത്തിന് നീ നിന്റെ പേരൊന്ന് മനസ്സിലാലോചിച്ചേ. ഇന്ത്യക്കാരൻ? യെസ്. പുരുഷൻ? യെസ്. ജീവിച്ചിരിപ്പുണ്ട്? ഉണ്ട്. കേരളത്തെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് എത്തിച്ച മലയാള സിനിമയുടെ ചരിത്രത്തിലേക്ക് മുങ്ങിത്തപ്പിയാൽ മലയാള സിനിമ ജനിച്ചു വീണാൽ ആദ്യമായി സംസാരിച്ച സിനിമ ഏതെന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ പറയും നിന്റെ പേര്. അതെ, അത് ബാലൻ. കറക്റ്റ്. നികൃഷ്ടൻ തന്നെ. ഡൈനി ബ്രദറെ, എങ്ങനെയുണ്ട്? തീരെ നോട്ട് ബാഡ് അല്ല. ഈ മുറിയിലാണ് സാറിന്റെ ഭാര്യ സാറുമായിട്ട് ആദ്യമായിട്ട് ഇരുന്ന് ഭക്ഷണം കഴിച്ചത്. ഓ, യൂസ്ഡ് ആണല്ലേ. താൻ കൊണ്ടുപോയി ഇവരെ മറ്റു മുറികളൊക്കെ കാണിച്ചോട്. ഇത് ഗസ്റ്റ് ബെഡ്റൂം. ഈ ബെഡ്റൂമിലാണ് ആദ്യമായിട്ട് ഈ സാറിന്റെ ഭാര്യ ആദ്യമായിട്ടല്ലാതെ അവസാനമായിട്ടൊന്നും ചെയ്തിട്ടില്ലേ? ഉണ്ട്. ദേ, ഈ കാണുന്ന ഫാനിലാണ് സാറിന്റെ ഭാര്യ അവസാനമായിട്ട് തൂക്കിച്ചെത്തത്. ഓ, ഡെഡ് എൻഡ്. ടോയ്ലറ്റ് എവിടെ? അതെ, ഷെറിൻ ആത്മഹത്യ ചെയ്തതാ. മാനസിക വിഭ്രാന്തിയായിരുന്നു. മാനസിക വിഭ്രാന്ത് എന്ന് വെച്ചാ മനസ്സിലുണ്ടാകുന്ന ഒരുതരം ഭ്രാന്ത്. ഓ, ഞാൻ കൊന്ന് കെട്ടിത്തൂക്കിയതാ. പ്രേതശല്യമുണ്ട്. എന്തൊക്കെ കഥകളാ. ഒന്നും മറച്ചു വെച്ചിട്ട് വേണ്ട, നല്ലവണ്ണം ആലോചിച്ചിട്ട് വേണം. അത് ഈ പ്രേതമെന്ന് പറഞ്ഞു. ഓക്കെ, സംഭവങ്ങളാ. വീട് പഴക്കമുണ്ടെങ്കിലും ഓക്കെ. സ്ഥലം തീരെ അങ്ങോട്ട് മോശമെന്ന് പറയാൻ പറ്റില്ല. ആയിക്കോട്ടെ, സ്ഥലവും വീടും പറമ്പും പ്രേതവും പിശാച്ചും ഒക്കെ കൂടി ലാസ്റ്റ് എന്ത് തരണം ഉള്ളത് പറ. അങ്ങനെ വില പറയാൻ ഞാൻ എന്താ പറയാ? വേണ്ട, ഞങ്ങൾ പറഞ്ഞോളാം. മൊത്തം ഒരു 2 രൂപ അങ്ങോട്ട് തരും. 2 crores. കോൻ പറയുക ക്രോർപതി. വില കുറവാണെന്ന് ഞാൻ പറയില്ല. എന്നാലും എനിക്കൊരു 3 കോടിയോളം ആവശ്യമുണ്ട്. പിന്നെ മക്കളുടെ പഠിത്തം തീരാൻ ഒരു 6 മാസം.
അത്രയും കാലത്തെ അവരുടെ അല്ല, എന്നാ ഹോസ്റ്റൽ പിന്നെ ചേട്ടൻ അതും കൊണ്ട് അങ്ങനെ നിർത്തണ്ട. മക്കളുടെ പഠിത്തം തീരുന്നവരെ ചേട്ടന് വരാൻ പോണ വാദത്തിന്റെ ചികിത്സയുടെ ചെലവും ഇവിടെ പറമ്പിൽ കൂർക്ക് പറിക്കണ പണിക്കാരുടെ ചെലവും കൂടി അങ്ങനെ തന്നാലോ. ഇതെന്താ നേരത്തെ ബ്രദർ പറഞ്ഞ സുമലത? തുന്തിലിതാവസ്ഥ. അതാ ബ്രദർ. നിക്ക്. ഒരു കാര്യം ചെയ്യും, ചേട്ടന് ഒരു 2.5 രൂപ വാങ്ങി തരാം. അയ്യ ബ്രദർ, എന്തിന്? ഓട്ട ബ്രദറെ, പാവല്ലേ, ആലോചിച്ച് തീരുമാനിക്കും. അങ്കിൾ ആലോചിക്കട്ടെ. എന്താ പാക്ക് ചെയ്യായിരിക്കും? നടക്കുന്ന കച്ചവടം വേണമെങ്കിൽ വിളിച്ചാൽ മതി എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നല്ലേ, വെറുതെ മനുഷ്യനെ മെനക്കെടുത്ത്. എന്നിട്ട് അയാളുടെ ഒടുക്കത്തെ വിലയും കൊട്ടക്കണക്കിന് ബാധ്യത. പോട്ടെ സാറേ, അങ്ങനെ 2 മക്കളെ ഡോക്ടറാക്കാൻ പഠിപ്പിക്കാനാ. അയാള് പഠിപ്പിച്ചോട്ടെ, ഒരു എതിരുമില്ല. അതിന് ഞങ്ങളെന്തിനു സഹിക്കണം? ഞങ്ങൾക്കൊരു മൂലക്കുരു വന്ന ഇയാളുടെ കോപ്പന്മാര് ഡോക്ടർ മക്കള് അവന്മാര് ഫ്രീ ആയിട്ട് ഞങ്ങളെ നോക്കൂ. അസിസ്റ്റന്റ് അവന്മാര് നോക്കില്ല, പക്ഷേ അവളുമാര് നോക്കും. അവളുമാര്? അതാര്? അവളുമാരെന്ന് വെച്ച കണ്ണി കണ്ട അവളുമാരല്ല, കണ്ടാൽ കണ്ണു തള്ളി പോകുന്ന ദിവളുമാര്. കാണും, കണ്ണു തള്ളു. ആരായത്? ആരേത്? ആരാടത്? ആരായത്? പാറടാ പുല്ല്, ആരായത്? ആനിയും ഷേർലിയും. ആരാത്? ആരാടത്? ആരാത്? നിന്റെ അമ്മയുടെ നായര് പറയടാ. ആനിയും ഷേർലിയും. അത് ആരാന്നാടാ ചോദിച്ചത്? ജോൺ സാമുൽ സാറിന്റെ മക്കള്. ലേഡീസ് ആണല്ലോ. ബാംഗ്ലൂരിൽ മെഡിസിൻ പഠിക്കുന്ന ജോൺ സാമുവൽ സാറിന്റെ 2 പെൺമക്കൾ. എങ്ങനെയുണ്ട്? മുതലല്ലേ? അതിന് ഇതുങ്ങളല്ലോ കച്ചവടം, വീടല്ലേ? കച്ചവടം വീടാണ്, പക്ഷെ ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ പാവം പിടിച്ച കാരണവര് ആ പാവം പിടിച്ച വീട് വെക്കുന്നത്. ആ വീട് വിറ്റിട്ട് വേണം ആ പാവം പിടിച്ച കാരണവർക്ക് ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഠിപ്പിക്കാനും അതിനുശേഷം ഈ പാവം പിടിച്ച കുട്ടികളെ കെട്ടിച്ചയക്കാനും. എന്നാ പിന്നെ ആ പാവം പിടിച്ച കാരണവര് വീട് വാങ്ങി ഈ പാവം പിടിച്ച പിള്ളേരെ പഠിപ്പിച്ച് ഡോക്ടറാക്കി ആ പാവം പിടിച്ച കാരണവരുടെ ഈ പാവം പിടിച്ച പിള്ളേരെ അതിനേക്കാൾ പാവം പിടിച്ച നിങ്ങൾക്ക് കെട്ടിക്കൂടെ? ഇതിപ്പോ ഒരേ വീട്ടിൽ ഒരുമിച്ച് വളർന്നവർ, ഒരേ പഠിപ്പ്, കാണാനും ഏകദേശം ഒരുപോലെ. ഒരു വിധത്തിൽ പറഞ്ഞ ദൈവം കൊണ്ട് എത്തിച്ചതല്ലേ ഇവിടെ. നിങ്ങളുടെ 2 പേരുടെയും കല്യാണം ഒരേ ദിവസം ഒരേ പന്തലിൽ. അതോടെ പശുവിന്റെ ചൊറിച്ചിലും മാറും, കാക്കയുടെ കടിയും തീരും. എന്തേ? പക്ഷെ അതിന് ഏതിന്? ഇതിലേതിനെ വേണമെങ്കിൽ സാർ എടുത്തോ, തർക്കമില്ലല്ലോ. 2 ബെസ്റ്റ് അല്ലേ? അതല്ല, അങ്ങോട്ട് സമ്മതിക്കണ്ടേ? അങ്ങൊരു സമ്മതിക്കും. ഒരു വിധത്തിൽ പറഞ്ഞ അവരും നിങ്ങളെ പോലെ തന്നെ. അതല്ല, അവർക്കും കല്യാണമൊന്നും ശരിയാവുന്നില്ല. അമ്മക്ക് ഭ്രാന്തായിരുന്നെന്നും തൂങ്ങിച്ചത്താണെന്നൊക്കെ പറഞ്ഞു. അതും പോരാഞ്ഞ് അതുങ്ങളെ പൊക്കാൻ നടക്കുന്ന 2 ഗജപോക്കറികളെ കൊണ്ട് പൊറുതി മുട്ടിയിരിക്കണം അങ്ങേര്. അങ്ങേരെ കാര്യം പോട്ടെ, ഈ പെൺകുട്ടികൾക്ക് ഇഷ്ടമാവണ്ടേ? ഇഷ്ടമാകാതെ എവിടെ പോകാൻ? സാറിന്റെ കാര്യം കുഴപ്പമില്ല, പക്ഷെ ഈ സാറിന്റെ കാര്യോ ഒരു കുറവില്ല. നല്ല കറുത്ത താടി, കറുത്ത മീശ, കറുത്ത മുഖം. നിനക്ക് എന്തിന്റെ കേടാ? ബ്രദറെ, എന്ത് പറയണം? ഏയ്, അയാള് വീട് തന്നെ വെക്കാൻ നിൽക്കുക. കയ്യിൽ 10 പൈസ കാണുക. അയാൾക്ക് എന്തിനാ ബ്രദറെ പൈസ? പൈസ ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? അതല്ല, പൊക്കം കുറച്ച് കുറവുണ്ടോ? അവർക്ക് എന്തിനാ ബ്രദറെ പൊക്കം? പൊക്കം ആവശ്യത്തിന് നമ്മുടെ കയ്യിലില്ലേ? പക്ഷെ അല്പം പ്രായം കുറവുണ്ടോ? എന്ത്? അത് ചിലപ്പോ നമ്മളെക്കാൾ ഒരു 10 വയസ്സ് കുറവുണ്ടായിരിക്കും. 5 വർഷം കഴിഞ്ഞാൽ പിന്നെ 5 വയസ്സിന് വ്യത്യാസമല്ലേ ഉള്ളൂ. അത് സാരില്ല. അത് ശരിയാ, 10 വർഷം കഴിഞ്ഞാൽ സെയിം ഏജ്. അപ്പൊ ഓക്കെ. അപ്പൊ 20 കൊല്ലം കഴിയുമ്പോ അയ്യോ, ഈ കൊച്ചുങ്ങൾ എവരെക്കാളും 10 വയസ്സ് മൂത്തതാകൂ. അപ്പൊ പിന്നെ ബ്രദറെ, എന്നാ പിന്നെ ഫിക്സ് ചെയ്യല്ലേ? ഫിക്സ് ചെയ്യാല്ലേ?